നിയമം ജനവിരുദ്ധമാണ്, നീതിരഹിതമാണ് എന്ന് ഉത്തമ ബോധ്യമുള്ള ജനങ്ങളെ പ്രതിഷേധം അറിയിക്കാൻ ഒരു കൂട്ടായ്മ ഈ കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ചതും മുസ്ലിം ലീഗ് അതുകൊണ്ട് തന്നെയാണ്. പൗരന്റെ വിശ്വാസത്തെ സംരക്ഷിക്കുക എന്നുള്ള ഭരണഘടനയുടെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ കടമയാണ്. ഒരു കാവൽക്കാരനെ പോലെ ഭരണകൂടം അത് ചെയ്യേണ്ടതാണ്. പക്ഷെ കാവൽക്കാരൻ തന്നെ കയ്യേറുന്നവരായിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ ഭേദഗതിയിലൂടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വെല്ലുവിളി എന്നുള്ളത്. BJP is propagating, BJP is spreading nothing but lies, lies, lies about Waqf. Allam kallam, allam kallam, allam kallam. മഹാറാലി സിന്ദാബാദ്. നാട് ഭരിക്കും മോഡി സർക്കാർ. വഖഫ് ബോർഡിനെ ദുർബലമാക്കി ഭരണഘടനയെ പിച്ചിച്ചീന്തി രാജ്യം കാത്തു പുലർത്തുന്ന മതേതരത്വം ഇല്ലാതാക്കി കാടൻ ഭരണത്തിനെതിരെ ഒറ്റക്കെട്ടായി മുന്നേറാം. അറബിക്കടൽ പോലെ ഇരമ്പുന്ന ഒരു ജനസഞ്ചയം ഇവിടെ തോന്നി. അങ്ങനെ അങ്ങ് കേറി നിരങ്ങാൻ കേന്ദ്ര ഗവൺമെന്റിന് പറ്റാത്ത ഒരു ചുറ്റുപാടുണ്ടാക്കാൻ ഞങ്ങളെ കേസ് കൊണ്ട് സാധിക്കും. ഈ റാലിയും വിജയം കാണും. Don't let anyone tell you this is just a Muslim issue. Today it is Waqf Board. Tomorrow it will take temple trust. And day after tomorrow, it will encroach churches' lands also. Pride, the beauty of our land is unity in diversity. Therefore, Muslim League is always stands for unity of diversity of India. നമ്മൾ ഇന്നും ഏറ്റെടുക്കുന്ന പോലെ നിർമ്മലമായ ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്തിരിക്കുക. എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലും കടമ്പകളുണ്ടെങ്കിലും അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അള്ളാഹുവിനെ മുൻനിർത്തി പ്രവർത്തിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വിജയമുണ്ടാകും. ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരെ തന്നെ വെല്ലുവിളിയായി കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ താഴെയിറക്കുവാനുള്ള മതേതര